നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേറാപ്പിൾ കൃഷിയെക്കുറിച്ചാണ്. നമ്മുടെ ബേറാപ്പിൾ വിളഞ്ഞിട്ടുണ്ട്, ഒരുവിധം വിളഞ്ഞിട്ടുണ്ട്, ഒരുവിധം അല്ല നല്ലപോലെ വിളഞ്ഞിട്ടുണ്ട്. പിന്നെ പല ആളുകളും പറയുന്നുണ്ട് അവരുടെ ബേറാപ്പിളിനകത്തൊക്കെ നല്ല മുള്ളുകളുണ്ട്, പക്ഷെ കായ്ക്കുന്നില്ല എന്നൊക്കെയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേറാപ്പിൾ കൃഷിയെക്കുറിച്ചാണ്. ബേറാപ്പിൾ കൃഷിയെ കായ്ക്കുന്നതിനെ കുറിച്ചും അതിന്റെ വളപ്രയോഗത്തെ പറ്റിയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചൈനീസ് ഡേറ്റ്സ് എന്നറിയപ്പെടുന്ന ബേറാപ്പിളിന് ആപ്പിളിൻ്റെ അത്രയും വലിപ്പം വരില്ല. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സാണ് ബേറാപ്പിൾ. നമ്മുടെ നാട്ടിൽ സമീപ സമയത്താണ് ബേറാപ്പിൾ കണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തൈ നടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് താഴെ നിന്നും വരുന്ന ബ്രാഞ്ചസ് വെട്ടിക്കളയണം. അവ കാട്ടുചെടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗ്രാഫ്റ്റ് ചെയ്തതിന് താഴെ നിന്നും വരുന്ന ബ്രാഞ്ചസ് കട്ട് ചെയ്തില്ലെങ്കിൽ അവ ഗ്രാഫ്റ്റ് ചെയ്ത ബ്രാഞ്ചിനെ ഉണക്കിക്കളയും. കാട്ടുചെടിയിൽ കാ പിടിക്കുകയില്ല. വലിയ മുള്ളുകളായിരിക്കും വരുന്നത്. ജിജൂബി എന്നും ഇലന്തപ്പഴമെന്നും ബേറാപ്പിളിനെ അറിയപ്പെടുന്നു. ബേറാപ്പിളിൻ്റെ ജന്മദേശം ചൈനയാണ്. അതിനാൽ ഇവയെ ചൈനീസ് ഡേറ്റ്സ് എന്നും ഇലന്തപ്പഴമെന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് ബേറാപ്പിൾ. ഇതിന് ആപ്പിളിനോട് സാമ്യമുണ്ടെങ്കിലും ആപ്പിളിനേക്കാൾ മധുരം കുറവുമാണ്. സാധാരണയായി ബേറാപ്പിൾ നന്നായി പൂക്കുമെങ്കിലും എല്ലാ പൂക്കളും കായാകാതെ തന്നെ പൊഴിഞ്ഞു പോകുന്നത് കാണാറുണ്ട്. ചെടിയിലുണ്ടാകുന്ന പൂക്കളെല്ലാം കായ്കളായി മാറാൻ ചെടിക്ക് കുറച്ച് വളപ്രയോഗം ചെയ്തു കൊടുക്കണം. വളപ്രയോഗം നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം. അതിനുവേണ്ടി കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി കടലപ്പിണ്ണാക്കിട്ട് അത് പുളിപ്പിച്ച ശേഷം 3 ഇരട്ടിയിലധികം വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്യണം. അതിലേക്ക് ഒരു പിടി ചാരം കൂടി മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. കൂടാതെ ബേറാപ്പിൾ ചെടിയിലും ഇലകളിലും സ്പ്രേ ചെയ്തു കൂടി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ബേറാപ്പിളിൻ്റെ പൂവ് കൊഴിഞ്ഞു പോകുന്നത് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. 100 ഗ്രാം പൊട്ടാഷ് വെള്ളത്തിൽ കലക്കി നേർപ്പിച്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ചെടി നന്നായി പൂക്കുവാനും പൂക്കളെല്ലാം കായ്കളായി മാറുവാനും സഹായിക്കുന്നു. കീടങ്ങളുടെ ആക്രമണം വലിയ രീതിയിൽ ബേറാപ്പിളിനെ ബാധിക്കുകയില്ല. എന്നിരുന്നാലും ഏതെങ്കിലും കീടശല്യം ചെടിയെ ബാധിച്ചാൽ 5 മില്ലി ലിറ്റർ ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ബേറാപ്പിൾ ചെടിയുടെ ഏതെങ്കിലും ബ്രാഞ്ചസ് ഉണങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവ മുറിച്ചു മാറ്റണം. കാരണം എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ മൂലമാകാം ബ്രാഞ്ചസ് ഉണങ്ങുന്നത്. ആ ബ്രാഞ്ചസ് മുറിച്ചു മാറ്റിയില്ല എങ്കിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മറ്റു ബ്രാഞ്ചുകളിലേക്കും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ബ്രാഞ്ചസ് കട്ട് ചെയ്താൽ കട്ട് ചെയ്ത ഭാഗത്ത് അല്പം ബോഡോ മിശ്രിതം കലക്കി തേച്ചു കൊടുക്കണം. നമ്മൾ ബേറാപ്പിൾ ചെടി വാങ്ങുമ്പോൾ ഹൈബ്രിഡ് ചെടികൾ തന്നെ വാങ്ങണം. ചെടി നടുന്നത് 1.5 അടി താഴ്ചയുള്ള കുഴിയിലായിരിക്കണം. ചെടി നടുന്ന സമയത്ത് അല്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ടുകൊടുത്തു വേണം ചെടി നടേണ്ടത്. പിന്നീട് വലിയ രൂപത്തിലുള്ള വളങ്ങളൊന്നും തന്നെ ചെടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെടി വളർന്നു വരുന്നതനുസരിച്ച് ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൂൺ ചെയ്താൽ ചെടി ഹൈറ്റിൽ പോകാതെ പ്രൂൺ ചെയ്ത ഭാഗത്തു നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അവയിലെല്ലാം ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും.